ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 5th ചാപ്റ്റർ അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലെ എക്സസൈസ് 5.2ലെ 9th ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. ഇഫ് ദ തേർഡ് ആൻഡ് 9th ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആർ 4 and -8 respectively, which term of this arithmetic progression is 0? ചെയ്ത് നോക്കാം. The third and 9th term. Third term എന്ന് പറയുമ്പോൾ A3 equal to A plus 2D equal to 4. And 9th term A9 equal to A plus 8 equal to minus. Equation number 1 എന്നും equation number 2 എന്നും കൊടുക്കാം. Which term of the arithmetic progression is 0? അപ്പോൾ എത്രാമത്തെ ടേമാണ് 0 എന്ന് നമുക്ക് കിട്ടണം. അതിനുവേണ്ടി നമുക്കിതിലെ ഈ രണ്ട് ഇക്വേഷനകത്ത് നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കാം. ഇവിടെ ഇക്വേഷൻ 2ൽ നിന്നും ഇക്വേഷൻ 1 മൈനസ് ചെയ്യും. എ മൈനസ് എ പോയി, എ ക്യാൻസൽ ആയി പോയി. 8D മൈനസ് 2D ഈക്വൽ ടു അപ്പോൾ -8 - 4 -12 എന്ന് കിട്ടും. അപ്പോൾ D ഈക്വൽ ടു -12 ഡിവൈഡ് ബൈ 6 ഈക്വൽ ടു -2 എന്ന് കിട്ടി. ഇനി D ഈസ് ഈക്വൽ ടു -2 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് D ഈസ് ഈക്വൽ ടു -2 ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ 1ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇക്വേഷൻ നമ്പർ 1 A plus 2D ഈക്വൽ ടു 4 ആണ്. അതായത് A plus 2 ഇൻറ്റു -2 ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ A plus -4 ഈക്വൽ ടു 4. A ഈക്വൽ ടു 4 പ്ലസ് 4. ഇവിടെയുള്ള -4നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് A ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് A ഈസ് ഈക്വൽ ടു 8 എന്നും D ഈസ് ഈക്വൽ ടു -2 എന്നും കിട്ടി. ഏത് ടേമാണ് 0 എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ nth ടേം an ഈക്വൽ ടു A പ്ലസ് n-1 ഇൻറ്റു D, അത് ഈക്വൽ ടു 0 എന്ന് നമുക്ക് വിചാരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് n-ന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ ആ nth ടേമാണ്. അപ്പോൾ A നമുക്കറിയാം 8 പ്ലസ് n-1 ഇൻറ്റു -2 ഈക്വൽ ടു 0. n-1 ഇൻറ്റു -2 ഈക്വൽ ടു ഈ 8നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടു. അപ്പോൾ -8. n-1 ഈക്വൽ ടു -8. ഇവിടെയുള്ള ഇൻറ്റു ചെയ്യാനുള്ള -2നെ റൈറ്റ് സൈഡിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഡിവൈഡഡ് ബൈ -2 ഈക്വൽ ടു -8 ബൈ -2 ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പോൾ n ഈക്വൽ ടു ആ -1 അപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. 4 പ്ലസ് 1 ഈക്വൽ ടു 5. n ഈസ് ഈക്വൽ ടു 5 എന്ന് നമുക്ക് കിട്ടുന്നു. ഇതിലെ 5th ടേമാണ് 0. ഇതിലെ 10th ക്വസ്റ്റ്യൻ. The 17th term of an arithmetic progression exceeds its 10th term by 7. Find the common difference. ചെയ്ത് നോക്കാം. 17th term അതായത് A70 ഈക്വൽ ടു exceeds 10th term A10 plus 7 is 10th term by 7. അപ്പോൾ 10th ടേമിൻ്റെ കൂടെ 7 കൂട്ടിയാൽ 7 കൂട്ടിയാൽ നമുക്ക് 17th ടേം കിട്ടും. ഇനി നമുക്ക് ഇക്വേഷൻ ആക്കി A70 17th ടേം A പ്ലസ് 16D ഈക്വൽ ടു 10th ടേം A പ്ലസ് 9D പ്ലസ് 7 ആണ്. അപ്പോൾ ഈ ഇക്വേഷനകത്ത് നിന്ന് നമുക്ക് D കണ്ടുപിടിക്കും. എയും ക്യാൻസൽ ആയിപ്പോയി. പിന്നെ ഇവിടെയുള്ളത് 16D. ഈ 9Dനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടു. -9D ഈക്വൽ ടു 7 എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പോൾ 16D മൈനസ് 9D അപ്പോൾ 7D ഈക്വൽ ടു 7 എന്ന് കിട്ടുന്നു. Therefore D is equal to 7 by 7 equal to 1. D is equal to 1 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇതിലെ 11th ക്വസ്റ്റ്യൻ. Which term of the AP
arithmetic progression. 3, 15, 27, 39, etc. will be 132 more than its 54th term. ഇവിടെ ഫസ്റ്റ് ടേം എ ഈക്വൽ ടു 3 ആണ്. അതുപോലെ കോമൺ ഡിഫറൻസ് ബി ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അതായത് 15 മൈനസ് 3 ഈക്വൽ ടു 12. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഏത് ടേമാണ്, അതായത് എ എൻ എന്നെടുത്തു, ഈക്വൽ, അത് nth ടേം, ഏത് ടേമിൻ്റെ വാല്യൂ നമുക്കറിയില്ല, ഈക്വൽ ടു 132 മോർ ദാൻ ഇറ്റ്സ് 54th ടേം. 54th ടേം എന്ന് പറഞ്ഞാൽ എ 54 പ്ലസ് അതിൻ്റെ കൂടെ 132 കൂട്ടാം, പ്ലസ് 132. ഇവിടെ നമുക്ക് എൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ nth ടേം എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി, അതായത് എ ഇവിടെ 3 ആണ്, 3 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 12 ഈക്വൽ ടു എ 54 എന്ന് പറഞ്ഞാൽ എ പ്ലസ് 53 ഡി, n മൈനസ് 1 ഇൻറ്റു ഡി, എ പ്ലസ് 53 ഡി പ്ലസ് 132. നമുക്കിവിടെ എക്ക് പകരം നമുക്ക് 3 തന്നെ എഴുതാം. 3 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 12 ഈക്വൽ ടു 3 പ്ലസ് 53 ഡി. ഈ ഡിക്ക് പകരം നമുക്ക് 12 തന്നെ കൊടുക്കാം, ഡിയുടെ വാല്യൂ കൊടുക്കാം, ഇൻറ്റു. ഇനി ഇവിടെ ഫസ്റ്റ് ടൈം 2 ടേമിലും ഉണ്ട്, കോമൺ ആണ്, അതിന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് n മൈനസ് 1 ഇൻറ്റു 12 ഈക്വൽ ടു 53 ഇൻറ്റു 12 പ്ലസ് 132 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ n മൈനസ് 1 ഇൻറ്റു 12 ഈക്വൽ ടു 53 ഇൻറ്റു 12 636 പ്ലസ് 132. അപ്പോൾ ഇവിടെ n മൈനസ് 1 ഇൻറ്റു 12 ഈക്വൽ ടു 636 പ്ലസ് 132 768 എന്ന് കിട്ടുന്നു. n മൈനസ് 1 ഇൻറ്റു 12 ഈക്വൽ ടു 760. അപ്പോൾ n മൈനസ് 1 ഈക്വൽ ടു 768 ഡിവൈഡഡ് ബൈ 12 ഈക്വൽ ടു 64 എന്ന് കിട്ടുന്നു. അപ്പോൾ n മൈനസ് 1 ഈസ് ഈക്വൽ ടു 64 ആണ്. n മൈനസ് 1 ഈക്വൽ ടു 64. n ഈസ് ഈക്വൽ ടു 64 പ്ലസ് 1. n ഈസ് ഈക്വൽ ടു 65 എന്ന ആൻസർ കിട്ടുന്നു. ഇവിടുത്തെ nth ടേം 65 ആണ്. Thus the required term is 65th term of the given arithmetic progression. Which term of the AP എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 65th ടേം ആണ് 54th ടേമിനേക്കാളും 132 കൂടുതലാകുന്നു. ഇതിലെ 12th question. Two arithmetic progressions have the same common difference. The difference between their 100th terms is 100. What is the difference between their 1000th terms? The two arithmetic progressions have same common difference. Let A1 be the first term and D be the common difference of the first arithmetic progression. First case A is equal to നമ്മൾ A1 എന്നെടുത്തു, അതുപോലെ D is equal to D എന്ന് തന്നെ എടുത്തു, കാരണം കോമൺ ഡിഫറൻസ് സെയിം ആണ്. ഇനി സെക്കൻഡ് കേസിൽ A2 be the first term and D be the common difference of the second arithmetic progression. A is equal to A2 എന്നും അവിടുത്തെ D is equal to D എന്ന് തന്നെ എടുത്തു. അപ്പോൾ നമ്മുടെ ടേം ഡിഫറൻസ് A1n മൈനസ് A2n എന്നെടുത്തു. ഫസ്റ്റ് പ്രോഗ്രഷൻ്റെ nth ടേമും സെക്കൻഡ് പ്രോഗ്രഷൻ്റെ nth ടേമും തമ്മിലുള്ള ഡിഫറൻസ് ഈക്വൽ ടു നമുക്ക് അത് 100 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഈക്വൽ ആക്കി മാറ്റിയാൽ nth ടേം A1ൻ്റെ nth ടേം, അതായത് A1 പ്ലസ് 100th ടേമാണ്, 100ാമത്തെ ടേമാണ്, അപ്പോൾ നമുക്ക് 99D ആയിരിക്കും. A1 പ്ലസ് 99D മൈനസ് അതിൻ്റെ ബ്രാക്കറ്റിലാണ് A2 പ്ലസ് 99 ഈക്വൽ ടു 100 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് മാറ്റി എഴുതിയാൽ A1 പ്ലസ് 99D മൈനസ് A2 മൈനസ്
99D ഈക്വൽ ടു 100 എന്ന് കിട്ടും. ഇവിടെ പ്ലസ് 99Dയും മൈനസ് 99Dയും ക്യാൻസൽ ആയി പോയാൽ ബാക്കിയുള്ളത് A1 മൈനസ് A2. കോമൺ ഡിഫറൻസ് സെയിം ആണ്. അപ്പോൾ A1 മൈനസ് A2 ഈക്വൽ ടു നമുക്ക് 100 എന്ന് കിട്ടി. അപ്പോൾ ആ കാര്യം കൂടെ നമുക്ക് എഴുതി വെക്കാം. A1 മൈനസ് A2 ഈക്വൽ ടു 100 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 1000 ടേം കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ A1 1000 മൈനസ് A2 1000 ഈക്വൽ ടു A1 പ്ലസ് 999D മൈനസ് A2 പ്ലസ് 999 ഈക്വൽ ടു A1 പ്ലസ് 999D മൈനസ് A2 മൈനസ് 999D ആണ്. ഇവിടെ ഈ 999Dയും മൈനസ് 999Dയും ക്യാൻസൽ ആയി പോയാൽ ബാക്കി വരുന്നത് A1 മൈനസ് A2 തന്നെയാണ് ഇവിടെയും കിട്ടുക. A1 മൈനസ് A2 നമുക്ക് 100 ആണ് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ ടു 100 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത് ഫസ്റ്റ് പ്രോഗ്രഷനെ A1 എന്ന് D എന്ന് എടുത്തു, ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും. സെക്കൻഡ് പ്രോഗ്രഷനിൽ A2 എന്നും D എന്നും എടുത്തു. ഇനി അതിൻ്റെ 100th ടൈം നമ്മൾ കണ്ടുപിടിച്ചു. 100th ടൈം തമ്മിലുള്ള വ്യത്യാസം അത് നമുക്ക് ചെയ്തു വരുമ്പോൾ അതും കിട്ടുന്നത് A1 മൈനസ് A2 എന്നാണ്. ഡിയുടെ ടൈം ക്യാൻസൽ ആയിപ്പോയി. അത് ഈക്വൽ ടു 100 എന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അത് അവിടെ എഴുതി വെച്ചു. ഇനി നമ്മൾ 1000th ടൈം കാണാൻ ശ്രമിക്കുന്നു. അപ്പോൾ A1 പ്ലസ് 999Dയും അതുപോലെ A2 പ്ലസ് 999Dയും ചെയ്തു. ആ ഡിഫറൻസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഡിയുടെ ടൈം ക്യാൻസൽ ആയിപ്പോയി. പിന്നെ അതിൻ്റെയും ആൻസർ നമുക്ക് കിട്ടുന്നത് A1 മൈനസ് A2 തന്നെയാണ്. അപ്പോൾ A1 മൈനസ് A2 100 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് 1000 ടൈംസിൻ്റെയും ഡിഫറൻസ് 100 തന്നെയാണ്.